ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജുബീസ് ഫുഡ് ലാബ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് ഒരു 15 മിനിറ്റ് മതി നമുക്ക് ഈ പായസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. ഇൻസ്റ്റൻറ്റ് അരി പായസം ഇതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോണത്. വല്ല ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 3 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിലാണ് ഞാൻ 3 കപ്പ് പാലെടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഇതിൽ മിക്സ് ചെയ്യാൻ പോണത്. 3 കപ്പ് പാലിൻ്റെ കൂടെ 2 കപ്പ് വെള്ളം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പാൽ ഒന്ന് ചൂടായി വരുമ്പോൾ, ബോയിൽ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പാൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാനിവിടെ ജീരകശാല അരി ഉണ്ടാവില്ലേ, നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്, ആ അരിയാണ് 15 മിനിറ്റ് ഞാൻ പ്ലെയിൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ഇനിയിപ്പോൾ ആ അരിയാണ് ഞാൻ പാലിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ പാലിൽ കിടന്നിട്ട് വേണം നമ്മളുടെ അരി നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി. അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളുടെ അരി മൊത്തം പാനിൽ ഒട്ടിപ്പിടിക്കും. ആ കാരണത്തോണ്ട് അരി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന അരി ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്, പകുതി വേവ് ആയിട്ടുണ്ട്. ആ സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റിൻ്റെ അനുസരിച്ച് വേണം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ഈ പായസത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജാഗരി ചേർത്ത് കൊടുക്കാം, ശർക്കര അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ ശർക്കര ചേർക്കുമ്പോൾ ഈ പായസത്തിൻ്റെ കളർ ബ്രൗൺ കളറായി മാറും. ഞാനിവിടെ വൈറ്റ് കളറിലാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ഏലക്കാപ്പൊടി അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മതി ഇനിയിപ്പോൾ അരിയൊക്കെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മളുടെ പായസം നന്നായിട്ട് ഇപ്പോൾ ബോയിലായി വരുന്നുണ്ട്. അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. അപ്പോൾ നമ്മളുടെ പായസം ഒരു 80% നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കശുവണ്ടിയും മുന്തിരി ഒന്ന് നെയ്യിൽ വറുത്ത് ഇട്ടാൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യ് ചൂടാവുമ്പോൾ അതിലേക്ക് ഞാനിവിടെ 10-15 കാഷ്യൂസ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാഷ്യൂസിൻ്റെ കളർ ഒന്ന് ബ്രൗണായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മുന്തിരി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുന്തിരിയാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ തേങ്ങാക്കൊത്തും ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കശുവണ്ടിയും മുന്തിരി മാത്രമാണ് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ പോണത്. അപ്പം നമ്മളുടെ കശുവണ്ടിയും മുന്തിരിയും രണ്ടും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് നമ്മളുടെ പായസത്തിൽ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ കണ്ടില്ലേ, ഒരു 15 മിനിറ്റ് മാത്രം മതി നമുക്ക് ഈ പായസം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. വല്ല ഗസ്റ്റൊക്കെ കോൾ ചെയ്ത് പറഞ്ഞാൽ ഞങ്ങൾ ഒരു അരമണിക്കൂറിൽ വീട്ടിൽ വരണമെന്ന്. അപ്പം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.